ആ തെങ്ങിന്റെ മോള് നോക്കിയാ എന്നേക്കാളും പ്രായമില്ല. ഈ അബിയൂല്ലേ നോക്കിയാ, ഇത് ചെരിഞ്ഞു ഭയങ്കരമായിട്ട് കണ്ട. പിസ ഗോപുരം പോലെ ചെരിഞ്ഞു ആള് നോക്കി, നല്ല മഞ്ഞ കളറായി കണ്ട. ഭംഗിയിൽ അറേഞ്ച് ചെയ്യണ്ടല്ലോ നാളികേരം. ഇപ്പോഴത്തെ കാലത്തൊക്കെ ആളുകൾ ഇങ്ങനെ ഓലക്കൊടിയൊക്കെ കെട്ടിയിരിക്കും അല്ലേ. ചൂടുണ്ടോ അത് കടിച്ചിരുന്നല്ലേ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്നലെ നമ്മുടെ കറുപ്പയ്യണ്ണല്ലേ, കറുപ്പയ്യണ്ണൻ്റെ മരുമോൻ നമ്മുടെ നാളികേരം ഇടാൻ വന്നിട്ട്. ഇവിടെയൊക്കെ നാളികേരം പട്ടിയും തേങ്ങയും വാങ്ങി കിടക്കുന്നുണ്ട്, എല്ലാ സാധനങ്ങളും കിടക്കുന്നുണ്ട്. അപ്പോൾ ആള് നമ്മുടെ ഏറ്റവും പ്രായമുള്ള തെങ്ങാണ്. ആ തെങ്ങിൻ്റെ മോള് നോക്കിയാൽ എന്നേക്കാളും പ്രായമില്ല ചേട്ടാ. 1979-ലാണ് 79-80-ലാണ് 10 വയസ്സ് താഴെ ഈ തെങ്ങ് വെച്ചത്. അപ്പോൾ എത്ര കൊല്ലമായി ആലോചിക്കല, 45 കൊല്ലം പഴക്കമുള്ള തെങ്ങാണ്. ആ തെങ്ങിൻ്റെ പ്രായം പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ആ തെങ്ങിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് നാളികേരിടാനായിട്ട് ആള് നടന്നിട്ട് ഞാൻ അപ്പുറത്തായിരുന്നു. എന്നെ വന്ന് വിളിച്ചേ സരിതേനെ പെട്ടെന്നാണ് വന്ന് വിളിച്ചു. ഇതുണ്ടായേ പറയേ. ഒന്ന് വിളിച്ചിട്ട് ചേച്ചി അവിടെ ഒരു പാമ്പ് ചത്ത് കിടക്കുന്നുണ്ട്, വലയിൽ പെട്ടിട്ട് ചത്ത് ആകെ ചീഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ വലയുള്ളതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. നമ്മുടെ ഇമ്രാൻ അന്ന് ചാടിപ്പോയിപ്പോ അവിടെ വലയിട്ടിട്ട് പിന്നെ വലയൊക്കെ വീണ് എടുക്കുകയായിരുന്നു. പക്ഷെ അതില് ഒരു പാമ്പ് പെട്ടു. ഒരു ആള് മൂർക്കം പാമ്പാണെന്ന്. പക്ഷെ എനിക്ക് അതിന്റെ വാല് കണ്ടപ്പോ ചീഞ്ഞു ആകെ. ഭയങ്കര വണ്ണാണത്, ഒരു ജാതി കറുത്തിട്ട്. അത് ചേരയാ, വാല് ഇങ്ങനെ തുമ്പ് കണ്ട മനസ്സിലായി ചേരയാണ്. വലിയൊരു പാമ്പ്. മൂർക്കൻ സാധാരണ ഇങ്ങനത്തെ വലയിൽ പെടില്ല. നമ്മളിങ്ങനെ വലയൊക്കെ കെട്ടില്ലേ, കിണർ വല, അതിൽ പെടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂർക്കന്റെ തല വലുതായ കാരണം തല ഈ വലയുടെ കണ്ണീരെ ഉള്ളിക്ക് കടക്കില്ല. ചേരയുടെ തല ചെറുതായ കാരണം തല ഇങ്ങോട്ട് കടക്കും. കടന്ന് കുറച്ചങ്ങോട്ട് പോയിട്ട് വയറിന്റെ ഭാഗം മണ്ണെത്തുമ്പോൾ കടക്കാണ്ടാവും. അപ്പൊ പാമ്പ് തിരിച്ചു പോരാ അതിനറിയില്ല. അപ്പൊ അത് പിന്നെ അതിൽ കിടന്ന് ഇങ്ങനെ പിന്നെ വേറെ കൂടെ കയറി അങ്ങനെ ആകെ കെട്ടുപണി, വയറൊക്കെ പൊളിഞ്ഞ് ദാരുണമായ അന്തിയായിരിക്കും ഒറ്റാളുടെ. ഞങ്ങള് അറിഞ്ഞില്ല. പെട്ടതാണാവോ 3-4 ദിവസം അതിന്റെ എന്തെങ്കിലും ചീഞ്ഞു ആകെ. സരിത കൂളായിട്ട് അതിന്റെ ഇത് മറ്റേ കത്തിലുണ്ട് അപ്പുറം ഈ ഇതൊക്കെ വെട്ടി ദഹിപ്പിച്ചു. ഞങ്ങള് ദഹിപ്പിച്ചു. നല്ല ഔദ്യോഗിക ബഹുമതികളോടുകൂടി അങ്ങോട്ട് ഇങ്ങോട്ട് എറിഞ്ഞു കളഞ്ഞൊന്നുമില്ല, ഞങ്ങൾ കത്തിച്ചു. അത് ആ വലടക്കം വലയിന്ന് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇവിടെ. അതെന്തിനാ പറഞ്ഞേന്ന് പാമ്പ് വലയിൽ പെട്ടു എന്നുള്ളത്. അതെന്തിനാ വല അവിടെ വെച്ചെന്നറിയോ, നമ്മുടെ ചാർലി ഒരു ടൈമിൽ ചാടി പോണുണ്ടായിരുന്നില്ലേ. അപ്പൊ കണ്ടത് ഈ വലീന് വന്നേ, ഈ വലരറ്റം കണ്ടത് ഈ വലീന് വെറുതെ ഇങ്ങനെ കെട്ടിയിട്ടുള്ളോ. കണ്ടത് ഈ വലീന് ഇങ്ങനെ വെറുതെ ഒന്ന് അവിടെ മാറി നിട്ടുണ്ട് വെറുതെ. ഇത് വളരെ ഉയരം കുറവല്ലേ നോക്കിയാൽ, കണ്ട ഇത്രയ്ക്ക് ഉയരല്ലോ. അപ്പൊ ചാർലിക്ക് ചാടിപ്പോവാനായിട്ട് സുഖമാണ്. ചാടിപ്പോണെങ്കിൽ ചാടിപ്പോവാം, ഇമ്രാനും ചാടിപ്പോവാൻ സുഖമായിട്ട് വേണമെങ്കിൽ. പിന്നെ ഇമ്രാൻ പക്ഷെ ചാടിപ്പോവില്ല. അങ്ങനെ ചാടിപ്പോവാണ്ടിരിക്കാനായിട്ട് ചെയ്ത പണിയാണ്. അതില് ഒരു പാമ്പ് പെട്ടു എന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞതാ. അതെ. അപ്പോൾ നമ്മള് ഞാനിവിടെ കുറച്ച് വെടുപ്പകൽ ഈ തെങ്ങിന് പട്ടയും ഓലക്കൊടിയൊക്കെ വെട്ടി ഇതാക്കലാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ അബിയൂല്ലേ നോക്കിയാൽ, ഇത് ചെരിഞ്ഞു ഭയങ്കരമായിട്ട് കണ്ട. പിസ ഗോപുരം പോലെ ചെരിഞ്ഞു ആള്. അപ്പോൾ ഇവനെ ഇത് ഇങ്ങനെ നിൽക്കേണ്ട സാധനമാണ്. കണ്ട ഇത്രയ്ക്ക് ഇതിൽ നിൽക്കേണ്ട സാധനമാണ്. ഇത് ഇത്രയ്ക്ക് ചെരിവാണ്. അപ്പോൾ ഇവൻ ഇത്രയ്ക്ക് ചെരിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് അബിയു ഒക്കെ പഴുത്തുടങ്ങിയിട്ട് നോക്കിയാൽ എങ്ങോട്ട് വന്നേ. അബിയു നോക്കി നല്ല മഞ്ഞ കളറായി കണ്ട. അപ്പുറത്തെ അമ്മലത്തെ കുറേ എണ്ണം മഞ്ഞ കളറായിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തെ കുറച്ച് പണികളുണ്ട്. അതിന് നമ്മുടെ പണികൾ. അപ്പോൾ സരിത അവിടെ ഒരു സാധനം എനിക്ക് ഉണ്ടാക്കി തരാമെന്ന്, എനിക്കല്ല എല്ലാവർക്കും മൊത്തത്തിൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങാല്ലേ. ഇത് കാലൊന്ന് കുത്തിയിട്ട് ആവാം. അല്ല, അതെനിക്ക് തിളപ്പിച്ച് കഴിഞ്ഞൊന്നും ചൂടാറാൻ വെക്കണം. അത് പെട്ടെന്ന് ചൂടാറും. അപ്പോൾ നല്ല വലിപ്പമുള്ള അബിയയില്ലേ. അപ്പോൾ ഇതിന് മുന്നേ എടുക്കാൻ പോവാട്ടാ. ഇപ്പുറത്ത് കാലും കുത്തിയിട്ടുണ്ട്. ഇതല്ല ഏട്ടൻ്റെ ലാങ്കണ കേട്ടാ, കട്ടപ്പാര. അപ്പോൾ പിന്നെ ഇന്ന് ശരിക്കും ഒന്ന് ആക്കിയില്ലെങ്കിൽ ഇപ്പോൾ അബിയ ഉണ്ടാവണ സമയമാണ് കേട്ടാ. ഇമ്രാനെ നിനക്കെല്ലാക്കൊണ്ട് കുഴി കുത്തണേ. ഇവിടെ മുന്നിൽ കുഴിച്ചിട്ടുണ്ട്, കാലുണ്ട് കേട്ടാ. അത് ഊരാ കൊണ്ട് കാല്. പുറം നമ്മളിപ്പോഴാണ് മനസ്സിലാവുന്നത് ഭയങ്കര ചെരിവാണ്. അപ്പം നമ്മുടെ ഈ അബിയുനെ ഒന്ന് വലിച്ച് കെട്ടുകയാണ് നമ്മൾ. തള്ളി പിടിച്ചോളാം. ഇപ്പം എല്ലാവരും
അഭിയോഗിക്കുന്നുണ്ട് കേട്ടാ. കണ്ടമാനം പേര് അഭിയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. ഇത്ര മതിയാ? അങ്ങനെ അത്ര മതി, അല്ലാണ്ട് നേരെയല്ലേ ജഗോ? നേരെയാണോ മരപ്പോ? ഇവിടെ ഇല്ല വളവ്. വളവ് നിർത്താൻ പറ്റില്ല എനിക്ക്. ഇനി ഇങ്ങനെ തന്നെ അങ്ങട് അങ്ങട് തിരിഞ്ഞ് വളർന്ന് ശരിയായി വരണത്. അതന്നെ. വിട്ടോ സരി വിട്ടെ. ആ സെൻട്രല് ഇവിടെ വിട്ടപ്പോ നേരെ അല്ല, ഇതിവിടെ കെട്ടി കൊടുക്കാം. ഇവിടെ കെട്ടി കൊടുക്കാം. അത് 3 ഉണ്ടായിട്ടുള്ളൂ അല്ലേ? ഫസ്റ്റത്തെ വട്ടം ഉണ്ടാവുമ്പോ വളരെ കുറവല്ലുണ്ടാവുള്ളൂ പറഞ്ഞേ. ആരെ പറഞ്ഞില്ല അങ്ങനെ? അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ട്. അതേ, എൻ്റെത് ഇത് കഴിഞ്ഞു. നീ ഈ നമ്മുടെ കുടിയിൽ പാചകം ചെയ്യാനതിന് കീഴിൽ കുറച്ച് ഓലക്കുടിയും കീലക്കുടിയൊക്കെ വേണം. അപ്പോൾ അതൊക്കെ ഞാനിവിടെ വെടുപ്പാക്കലാണ് പണി. ആ സമയത്ത് ഞാനിവിടെ അരിപ്പൊടി കൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവാണ് കേട്ടാ. വിളവ് അധികമൊന്നുമില്ലേ നമുക്ക്? കുറച്ചുള്ള വിളവ്. നാളികേരേ 5 തെങ്ങാണ് നമുക്കുള്ളത്. 5 തെങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതുക്കന്മാരാണ് എല്ലാവരും. ഇത് കണ്ട, ഇത് 1981 വെച്ചിട്ടുള്ള തെങ്ങുകളാണ്. 81, 82. ആദ്യം തന്നെ 1 കപ്പ് അരിപ്പൊടിയാണ് ഉപയോഗിക്കണേ. അതുകൊണ്ട് 2 കപ്പ് വെള്ളം. 2 കപ്പ് വെള്ളം ആദ്യം തന്നെ തിളപ്പിക്കാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് ഉപ്പിടാം, ലേശം മുളക് പൊടി ഇടാം. ഇനി വെള്ളം തിളക്കട്ടെ. തിളയ്ക്കുമ്പോൾ വേണം അരിപ്പൊടി ഇടാൻ. ഇമ്രാനെ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ എവിടെ എന്തൊക്കെയോ തകരാറ്. ഇത് വേണ്ട, വെള്ളം തിളച്ചു. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനൊരു ബൗളിലേക്ക് മാറ്റാട്ടാ. ചൂടാറണം. ഈ പച്ചക്കറി മറ്റേ നമ്മുടെ ചാർലി ഈ ഇങ്ങനത്തെ ഇറക്കിലി കണ്ടു കഴിഞ്ഞാൽ ഈ മറ്റേ ഓലക്കുടിയിൽ കത്തിക്കാനായിട്ട് എടുക്കില്ല. ഒക്കെ ചൂലായിട്ട് മാറും. പണ്ട് കാലത്ത് ചൂലൊഴിയാൻ അമ്മമാർ വന്ന് വീടിൻ്റെ പുറത്തേ ഇരിക്കും കുറേ പേര്. എന്നിട്ട് ഇതിൻ്റെ അല്ല, കാക്കകൾക്ക് എന്തിട്ടോ കിട്ടിയിട്ടുണ്ട്. വല്ല മൂങ്ങിയാനെ വന്നിട്ടുണ്ടാവും. എന്തോരം കാക്കളവിടെ അലമ്പുണ്ടാകുന്ന അറിയോ? നമ്മുടെ ഈ സാധനം നന്നായി ചൂടാറിയിട്ടാ. ഈ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചതാട്ടത്. ഇനി ചേർക്കണ സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. അതായത് ഞാനിപ്പോൾ ഇടുന്നത് ഒരു പകുതി സബോള കുനുകുനും തന്നെ അരിഞ്ഞത്, വേപ്പില അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, ഈ സാധനങ്ങളൊക്കെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും. പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ്, കുത്തിപ്പൊടി മുളക്, കുറച്ച് നല്ല ജീരകം, ഇതൊക്കെ കൂട്ടി ചേർത്തിട്ട് ഇനി കുഴയ്ക്കണം. ഉണങ്ങിയ പോലെ ഇല്ലേ? അല്ലേ, ഇന്നലെ ഇമ്രാനൊരു പാതകം ചെയ്തു. ഭയങ്കരമായൊരു പാതകം ചെയ്തു. വാട്ടർ പ്യൂരിഫയർ ഉണ്ട് നമ്മുടെ വീട്ടിലത്തെ. അതിൻ്റെ പൈപ്പില്ലേ, അത് കടിച്ചു. ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ പുറത്തേക്കാണ് അതിൻ്റെ പൈപ്പ്. കാണിച്ചു തരാട്ടാ. അത് ഒരു വട്ടം കടിച്ചു മുറിച്ചിട്ട് അവർ വന്ന് മാറ്റി തന്നതാ ധനീഷ്. പിന്നെ വിളിച്ചപ്പോൾ വേഗം വന്ന് ചെയ്തു തന്നു. ഇതിപ്പോൾ ഇന്നലെ കടിച്ചു മുറിച്ചേക്കാം. ഞാൻ അടുക്കളയിൽ വേറെ പ്യൂരിഫയർ ഉള്ള കാരണം അതിലത്തെ വെള്ളം എടുക്കപ്പോൾ ഒരു സാധനം കടിക്കാല്ലാണ്ട് പോയിട്ട് കടിക്കണതേ. ആ പെട്ടിമ കയറി നിന്നിട്ട് അതിൻ്റെ ആ ഇത് കടിക്കണമെങ്കിൽ അതിനെന്താ വേണ്ടേ? എത്ര ശിക്ഷിച്ചാലും കാര്യമില്ല. അതിനെന്തോരടി കൊടുത്താലും കാര്യമില്ല. അതിന് പോത്തിന്റെ അല്ലല്ലോ, എന്തൂട്ട് കിട്ടിയിട്ടും കാര്യമില്ല. എന്താ ഇവിടെ ഒന്ന് വിളിച്ചിട്ടണേ? എന്താടാ എന്തേ? ചാർലി ഒന്നും അറിഞ്ഞിട്ടും കൂടിയില്ല. ചാർലി ഇവിടെ കിടന്ന് നടക്കണ്ട്. ജഗ്ഗു നാളികേരം എറിയണ് കണ്ടിട്ടാവും. നാളികേരം അടുത്തേക്ക് വരുന്ന ചേച്ചിട്ടാവും. അതിനെയാണ് എറിയണേ വിചാരിച്ചിട്ടുണ്ടാവും. അത് അവനെ പറ്റിട്ടാണല്ലോ പറയണത്. കുഴച്ചേച്ചു കൂട്ടാ. ഇനി ഇത് വറുത്ത് കോരി എടുക്കാം, അത്ര ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വറുത്ത് കോരി എടുക്കാം. ജഗ്ഗു ഭംഗിയിൽ അറേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ നാളികേരം. ജഗ്ഗു നാളികേരം ഭയങ്കര ഭംഗിയിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിപ്പോ മോളി കൊണ്ടിടാനുള്ളതാ. ലോങ്ങ നല്ല വലിപ്പായി. ഏത് സമയത്ത് കായ്ക്കാന്നറിയോ സരിത? ലോങ്ങ കായ്ക്കുന്നത് അറിയില്ല. അത് നോക്കി നോക്കാം ഗൂഗിളിൽ. അതൊന്നറിയണം.
ഈ കാരേരെ ഇത് ഇങ്ങനെ കെട്ടൊക്കെ അഴിച്ചിട്ടുള്ളത് ആരണ്ട? ഇമ്രാനെ ചാർലിയ? കിട്ടാത്ത സ്ഥലത്ത് ഈ ചേട്ടൻ എടുത്ത് വെച്ചൂടത്, അറിഞ്ഞൂടത് ഇങ്ങനെ ചെയ്യുന്നു. 6 മണിയാ? അല്ല അതിപ്പോ അതിപ്പോ ചാർലിയും ഇമ്രാൻ എടുത്തോണ്ടോ ഇല്ലേലും ഇങ്ങനെ എനിക്ക് എടുക്കാറ്. അല്ല രണ്ടുപേരില് അവരെന്നെ ചെയ്യാറ്. അല്ലാതെ ഇപ്പൊ ഞാൻ ഇപ്പോഴത്തെ കാലത്തൊക്കെ ആളുകൾ ഇങ്ങനെ ഓലക്കൂടിയൊക്കെ കെട്ടി വയ്ക്കും അല്ലേ? അല്ല ഇങ്ങനത്തെ കെട്ടുകൾ കെട്ടി വെച്ചാൽ മതിയായിരുന്നു, അങ്ങനെ ഉണങ്ങിയോളൂ അല്ലേ? ആ ഇത് പെട്ടെന്ന് ഉണങ്ങും. ഇതാ അവിടെ മോളി കൊണ്ടു വയ്ക്കാം, ഒരു ഇരിക്കട്ടെ. പാത്രം ചൂടായി, എനിക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടാ. വാ, നീ എങ്ങനെയാ ഉണ്ടാക്കണത്? ഞാനിങ്ങനെ വടയുടെ ഷേപ്പിൽ ഇങ്ങനെയൊക്കെ ആ ഉണ്ടാക്കിയത് അതൊക്കെ നിന്റെ ഇഷ്ടം പോലെ. ഞാനിത് കൈ കടത്തണമൊന്നുമില്ല. ഞാൻ വരണേ മറിച്ചതാ? ഏയ് എന്താ പിന്നെ വരാണെ പിന്നെ എന്തിനു ചോദിച്ചെന്നോട് വരണോന്ന്? അല്ല ഹെൽപ്പ് കൈ കൊണ്ട് വല്ല ഹെൽപ്പ് വേണം വെച്ചിട്ടുണ്ടെങ്കിലേ. മറിച്ചതാ അറിയാ? മറച്ചിട്ടു. ആ ഞാൻ നോക്കാം. എടുക്കാറായി. ഏകദേശം ഉഴുന്ന് വളരെ വലിയ തരുതാ അല്ലേ? നാലെണ്ണം ഇതുകൊണ്ട് എടുത്ത് വയ്ക്കാം. കൈ ഹാൻഡ് ടച്ച് ഇല്ല. അപ്പൊ ഇത്ര നേരം ടച്ച് ചെയ്തതോ? ഞാൻ അറിഞ്ഞില്ല. ഇത് നമ്മളറിയണ്ടേ? ഇവിടെ വയ്ക്കല്ലേ? സുഖമായിട്ട് കൈ കൊണ്ട് എടുത്ത് വയ്ക്കാം. അതിൻ്റെ അടിപൊളിയായി. ഈ ഐഡിയ എന്താ നമുക്ക് നേരത്തെ തോന്നാഞ്ഞിട്ടിരുന്ന ദാസ? കഴിഞ്ഞൂല്ലേ? നാളെ എത്ര ഉള്ളാകെ? നാളെ എന്തോരം വേണം നമുക്ക്? നമ്മുടെ 5 തെങ്ങല്ലേ? ഒരു തെങ്ങ് ആവറേജ് ഒരു 10 എന്നൊക്കെ വെച്ചിട്ട് കിടന്നത് 50 നാളികേരുണ്ട്. നാളികേരം അല്ല, വെളിച്ചെണ്ണ ആട്ടിയതുണ്ടായിരുന്നു, ഇന്നലെ വാങ്ങി. മിഞ്ഞാന്ന് കഴിഞ്ഞു. 362 രൂപ 1 കിലോയ്ക്ക്. 5 കിലോ വാങ്ങിച്ചു. നമ്മുടെ വിയറ്റ്നാമേറിൽ പ്ലാമ ചക്കല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. താഴെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇതിമ 3 ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കണ്ട ഈ സൈഡ് 3, ഇത് 4 ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത് ശരിക്കും താഴെയാണ് കണ്ട വന്നുകൊണ്ട്. ഇതിവിടെ താങ്ങ് കൊടുക്കേണ്ടി വരും. ഇവിടെ ചിലപ്പോൾ താങ്ങ് കൊടുക്കേണ്ടി വരും ഇവിടെ. പിന്നെ മുകളിൽ അങ്ങനെ പൊട്ടിയിട്ടില്ല കേട്ടോ. മുകളിലേക്ക് ഇനി പൊട്ടുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഉണ്ടാവാം. ഇരുട്ടാവാറായിട്ടോ ഞങ്ങൾക്ക് പണിയിൽ. ദൈവൂടുന്ന് പറയുന്നത് തിന്ന് നോക്കാം. ആദ്യമാക്കി എടുത്ത് ആദ്യമുള്ള തന്നെ എടുക്കുന്നത്. അതെ, 2 എടുക്കാം. ചൂടാറുണ്ട്. തിരിച്ച് ഒരു കണ്ണ് ഞെട്ടിയ പോലെ. കണ്ണ് ഞെട്ടി? കണ്ണ് ഇത് ഓടിയിരുന്നു. ഏയ് അതുപോലെ തോന്നില്ല. അങ്ങനെ നീ അതിന്റെ ഷേപ്പിൽ ഇങ്ങനെ ഒഴിക്കണ്ടായിരുന്നു തോന്നോ? ചൂടുണ്ടോ? കടിച്ച് തിന്നല്ലേ? സോസിന്റെ ആവശ്യമില്ല. നിങ്ങള് ആരതും നയിക്കുക? നിങ്ങള് ആരതും നയിക്കുക? അല്ല എണ്ണാരൊക്കെ കൊടുക്കാം. നല്ല രസമുണ്ട്. ചരിതവണി ഇത് നോക്കിയേ. രസമുണ്ട്. നല്ല കരിമുറു സാധനം. പുറം ഭാഗം നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ്. പറഞ്ഞ പോലെ അതിന്റെ ആവശ്യമില്ല അല്ലേ? ഒന്നീ വലിച്ചോടെ അവർക്ക്. നമുക്കല്ല കേട്ടോ അവിടേക്ക് പോടാ. ഈ സാധനം കുറേ നാളായി
നമ്മൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ജഗുവിനെ പിടിക്കണ സാധനം കൈ വീഴ്ത്തിരുന്ന സരിത ബാക്കിയുള്ള അവിടെ ഉണ്ടാക്കണേ ഒരു രസം. ഇവിടെയൊക്കെ സുജിത പുല്ല് വലിച്ചുവിട്ടാ നമ്മുടെ വഴി കണ്ട നല്ല ഭംഗിയായിട്ട് പുല്ല് വലിച്ച് ഭംഗിയാക്കി. ഇവിടെ ആരുമില്ല അല്ലേ ചേട്ടൻ? വല്യമ്മ മാത്രമല്ല, അപ്പോൾ വല്യമ്മേൻ്റെ കൊടുത്തിട്ട് അപ്പോൾ നീ ഇത് വല്യമ്മേരെ കയ്യിൽ കൊടുത്തിട്ട് പോന്നോ?